രാത്രി ലൈവിലെ അവിടെ അൻസിബയും ഋഷിയും ജിൻഡോയും അപ്സരയെ കുറിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ലാലേട്ടന്റെ പിറന്നാൾ സംബന്ധിച്ച് അവിടെ നടന്ന ഡാൻസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് അപ്സര കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചാണ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ പറയുന്നുണ്ട്, എല്ലാ ഡാൻസിലും കയറി അവൾ പങ്കെടുത്തിട്ട് എന്നിട്ട് അവൾക്ക് കളിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് സമയമില്ല, എന്നിട്ട് എന്നെ മേലിൽ മുഴുവൻ കുറ്റെടുത്തിടും. എന്നിട്ട് അവസാനം പറയാണ്, ഞാൻ ജിൻഡോ ചേട്ടനില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാമെന്ന്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, ഞാനത് കേട്ടപ്പോൾ തന്നെ ഞാൻ മറുപടി പറയണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ജാസ്മിൻ കയറി മറുപടി കൊടുത്തു. അതിനിത് ആരുടെ സോങ് ആണെന്നുള്ളത്, അത് ജിൻഡപ്പന്റെ സോങ് ആണ്, അപ്പൊ ജിൻഡപ്പൻ വേണം അതിൽ ഡാൻസ് കളിക്കാനായിട്ട്, അല്ലാതെ അവൾക്ക് എന്ത് റോളാണുള്ളത്. അപ്പൊ തന്നെ അവള് മറുപടി, അയ്യോ അത് ഞാൻ മറന്നു എന്ന് ജാസ്മിന്റെ അടുത്ത് മറുപടി പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ കാണിക്കുന്നത് എന്നവിടെ അൻസിബ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറഞ്ഞു, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അവൾ നന്നായി ഡാൻസ് പഠിപ്പിക്കുമെന്ന് ജിൻഡോ പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരിയാണെങ്കിലും ഡാൻസ് പഠിപ്പിക്കും, എന്നെ ആദ്യത്തെ ഡാൻസ് പഠിപ്പിച്ചതും ഇതൊക്കെ അവൾ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട്, എന്നെ ബാത്റൂം കഴുകാൻ പഠിപ്പിച്ചതുപോലെ എന്ന്. അതിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവൾ ഓക്കെയാണ്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എന്നെ ആദ്യത്തെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അൻസിബ പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് അവൾക്ക് ആളാവാൻ വേണ്ടിയിട്ട്. ജിൻഡപ്പൻ അത് പഠിപ്പിക്കുന്ന സമയത്ത് അതിലെ ഒപ്പം കളിക്കുന്നത് ആരാണ്? അവള്. അപ്പൊ അവൾക്ക് അതിലാളാവാൻ വേണ്ടിയിട്ടാണ് അവൾ അത് ചെയ്യുന്നത് എന്ന് അൻസിബ അവിടെ പറയുന്നുണ്ട്. അത് ജിൻഡപ്പനെ മനസ്സിലായില്ലേന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അതെനിക്കറിയാലോ, അതെനിക്കറിയാം, അതറിയാഞ്ഞിട്ടൊന്നുമല്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അവിടെ അപ്സരയെ കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് എവിടെയും ആളാവാൻ നോക്കുന്ന പരിപാടിയാണ് അപ്സരയ്ക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അപ്സര നിൽക്കുന്നത്. എവിടെയും വലിയ ആളാവണം എവിടെ നിന്നാലും, അതാണ് അപ്സരയുടെ റോൾ എന്നാണ് അൻസിബയും ഋഷിയും ജിൻഡോയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്.